സോ ഹൗ ഡിഡ് ഫോർമുല 1 ഗെറ്റ് ഇറ്റ്സ് നെയിം? സോ അത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്കൊന്ന് ടൈം ട്രാവൽ ചെയ്ത് പുറയിലേക്ക് പോകാം, ഒരു 120 വർഷം പുറയിലേക്ക്. 1906 ഫസ്റ്റ് ഒഫീഷ്യലി റെക്കോർഡഡ് ആയിട്ടുള്ള റേസ് നടന്നത്. അപ്പോൾ ആ റേസിൻ്റെ ഗ്രാൻഡ് പ്രൈസ് എന്ന് പറയുന്നത് 45,000 ഫ്രാങ്ക്സ് ആയിരുന്നു. അപ്പം ഫ്രഞ്ചിൽ അത് പറയുന്നത് ഗ്രാൻഡ് പ്രീ എന്നാണ്. അങ്ങനെയാണ് F1 റേസുകൾക്ക് ഗ്രാൻഡ് പ്രീ എന്ന് പേര് വന്നത്. അങ്ങനെ 1906 തൊട്ട് 1947 വരെ യൂറോപ്പിലെ മിക്ക രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലായിട്ട് റേസ് നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ 1947 ഓർഗനൈസേഴ്സ് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇവന്റ് നടത്താൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ നടന്ന ചാമ്പ്യൻഷിപ്പാണ് ഫസ്റ്റായിട്ട് റെക്കോർഡ് ചെയ്ത ചാമ്പ്യൻഷിപ്പ്. അങ്ങനെ 1947 മോൺസയിൽ ആദ്യത്തെ ചാമ്പ്യൻഷിപ്പ് നടന്നു. പക്ഷെ അവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എല്ലാ ടീമുകളും അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ചാസി എൻജിൻസും ഡിസൈൻ ചെയ്യുന്നുണ്ടായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ടീമുകളും അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള എൻജിൻസ് ഉപയോഗിച്ചു. അപ്പം പല എൻജിൻസ് ഉപയോഗിക്കുമ്പോൾ പല ടൈപ്പ് ഓഫ് പവേഴ്സാണ് പല ടീമുകൾക്ക് കിട്ടുന്നത്. അപ്പം പല ടൈപ്പ് ഓഫ് ടയേഴ്സ് ഉപയോഗിച്ചു. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നപ്പോഴത്തേന് ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ടായി. അങ്ങനെ 1950 ഇങ്ങനത്തെ ഈ കോംപ്ലിക്കേഷൻസ് എല്ലാം മാറ്റി എല്ലാ ടീമുകൾക്കും ഒരേ ഫോർമുല കൊണ്ടുവന്നു. അതുമാത്രമല്ല എല്ലാ ചാമ്പ്യൻഷിപ്പിൻ്റെയും ടോപ്പ് ആയിരിക്കണമെന്നും പറഞ്ഞുകൊണ്ടിട്ടാണ് ഈ ഒരു ഇവൻറ്റിന് ഫോർമുല 1 എന്ന് പേരിട്ടത്, അതായത് F1. ഫോർമുല 1ൻ്റെ താഴെ ഫോർമുല 2, ഫോർമുല 3 അങ്ങനെയുണ്ട്. അപ്പോൾ ഈ ഫോർമുല 2 എന്താ, ഫോർമുല 3 എന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കും. നിങ്ങൾക്ക് ഫോർമുല 1നെ കുറിച്ച് വേറെ എന്തെങ്കിലും ടെക്നിക്കൽ സൈഡോ ഫിസിക്സ് സൈഡോ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ.